അച്ഛാ പെട്ടെന്ന് വണ്ടി വിടച്ചാ, നമ്മൾ വൈകൂലേ ഇങ്ങനെ മെല്ലെ പോയാലേ? എടി മോളെ മീനു, അച്ഛന് വണ്ടി സ്പീഡിൽ തന്നെയല്ലേ ഓട്ടുന്നുള്ളത്, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? അമ്മ അങ്ങനെയല്ല അമ്മേ, നമ്മൾ മെല്ലെ പോയാൽ അവിടെ എത്തുമ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ? എടി ഇനാഗ്രേഷൻ എത്ര മണിക്കെന്നാ പറഞ്ഞേ? ഇനാഗ്രേഷൻ ലെറ്ററിലെ 11 മണിക്കെന്നാണ് ഉണ്ടായിരുന്നത്. എന്നാ പിന്നെ ലേറ്റ് ആവുന്നില്ലല്ലോ, ഇപ്പോൾ 10:45 ആയുള്ളൂ. അത് പിന്നെ മീനുവിനല്ലെങ്കിൽ ഉള്ളതല്ലേ, എവിടെയെങ്കിലും അവളുടെ കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ പോകാൻ ഉള്ളൊരു തിടുക്കം. ഇനി അതൊന്നും പറയണ്ട, ഞാൻ വിചാരിച്ച് ഇനാഗ്രേഷന് സമയമായി കാണുമെന്ന്. സമയം നോക്കിയില്ലായിരുന്നു. അമ്മേ ചേച്ചി വരുമോ അമ്മേ? ഇല്ല മോളെ, ചേച്ചിക്ക് വേറെ എവിടെ പോകാനുണ്ടെന്നാണ് പറഞ്ഞത്, ചേച്ചിയൊന്നും വരത്തില്ല. മോളെ കവിൻ്റെ കൂടെ വരൂലേ? കവി എന്താ പറഞ്ഞത്? ആ അമ്മേ, അവളും അവളുടെ അമ്മയും വരുന്നുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിന്. ഇപ്പോൾ അവരെത്തിയിട്ടുണ്ടാവും. ഇതെന്താ ചേട്ടാ, കുറേ ഉണ്ടോ പോകാനായിട്ട്? നമ്മൾ കുറേ അങ്ങോട്ട് വന്നല്ലോ. അവളുടെ വീട് ഇവിടെ തന്നെ അല്ലായിരുന്നോ? വീട് ഇവിടെ തന്നെയല്ലേ, നമ്മൾ പോകുന്ന സ്ഥലത്ത് തന്നെയല്ലേ വീട്. പക്ഷേ പിന്നെ ഷോപ്പ് അവിടെ അല്ല, ഷോപ്പ് കുറച്ച് ഔട്ടർ ഏരിയയിലെന്നാണ് പറഞ്ഞത്. ഓ അത് ശരി. നമ്മൾ എത്തിയതാ, ആ കാണുന്നത് തന്നെയാണ് ഷോപ്പ്. നല്ല മഴയ്ക്ക് കോളുണ്ട് അല്ലേ ചേട്ടാ? അതെ അതെ, വേഗം അകത്തേക്ക് ചെല്ലേ. അല്ല ആരാപ്പാ ഇത്? നിങ്ങളിവിടെ എത്തിയാ? എന്നാ വാ, അകത്തേക്ക് വാ. അല്ല ഇനിയ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞോ? ഇല്ല തുടങ്ങാനാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വേഗം വാ, അകത്തേക്ക് വാ. അങ്കിളെ ഫാത്തിമ എവിടെ അങ്കിളെ? മോളെ ഫാത്തിമ വരുന്നതേ ഉള്ളൂ, അവളും വീട്ടുകാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ പോയിട്ട് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യട്ടെ, നിങ്ങൾ അകത്തേക്ക് വാ. അനിയ നീ പൊയ്ക്കോ, നീ പോയിട്ട് അവിടെയൊക്കെ അറേഞ്ച് ചെയ്തു, ഞങ്ങളെ പിറകെ വരാം. ശരി ചേട്ടാ, നിങ്ങളെ പെട്ടെന്ന് തന്നെ വാട്ടോ. ഓക്കെ അനിയ. നിനക്കല്ലായിരുന്നു മോളെ ഇവിടെ പെട്ടെന്ന് എത്താനുള്ള തിടുക്കം. ഇപ്പം എന്തായി, ഇനാഗ്രേഷനൊന്നും കഴിഞ്ഞില്ലല്ലോ? അത് പിന്നെ ഇല്ല അമ്മേ, പെട്ടെന്ന് കഴിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ. പെട്ടെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ജ്യൂസും പിന്നെ സ്നാക്സൊന്നും കിട്ടില്ലല്ലോ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഹേയ് മിന്നു. കവി നീ എത്തിയോ? ഹായ് സുമതി ചേച്ചി, നിങ്ങൾ നേരത്തെ വന്നോ? അല്ല, ആരിത് സന്ധ്യയോ? ഇല്ലടി, ഞങ്ങൾ ഇപ്പം എത്തിയതേ ഉള്ളൂ. അതെയാ, ഇനാഗ്രേഷൻ കഴിഞ്ഞോ? ഇല്ലടി, ഇപ്പം തുടങ്ങുമെന്നാ ഫാത്തിമൻ്റെ മാമൻ പറഞ്ഞത്. അവരൊന്നും എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഇപ്പം തുടങ്ങുമായിരിക്കും, വാ നമുക്ക് പോവാം. അല്ല അമ്മേ, ഇത് എന്ത് ഷോപ്പാ അമ്മേ? അയ്യടാ, ഇത് നല്ല കൂത്ത്. എന്ത് ഷോപ്പെന്ന് അറിയാതെയാ നീ വന്നത്? എടി മീനു, നമ്മളോടല്ലേ ഫാത്തിമ പറഞ്ഞത് അത് സ്കൂളിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണെന്ന്? പറയുമ്പോൾ അത് ശരിയാണല്ലോ, നമ്മളോട് ഫാത്തിമ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അമ്മേ, എനിക്ക് സ്കൂളിലേക്ക് വേണ്ട ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, നമുക്ക് ഇവിടെ തന്നെ വാങ്ങാം അല്ലേ അമ്മേ? ശരി മോളെ, നമുക്ക് ഇവിടെ തന്നെ വാങ്ങാം. എന്തായാലും ഷോപ്പ് ഉദ്ഘാടനമാകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ വാങ്ങാം. സന്ധ്യ, നീ കവിതക്കെല്ലാം വാങ്ങിച്ചോ? ഇല്ല സുമതി ചേച്ചി, ഇല്ല, ഒന്നും വാങ്ങിച്ചില്ല. ഞാനും അതാ വിചാരിച്ചത്, വരുമ്പം തന്നെ ഇവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ സംസാരിച്ചിരിക്കുകയെന്നാ? വാ, നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോവാം, വാ പെട്ടെന്ന് വാ. ശരിയാ, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം, വാ. അച്ഛാ, എനിക്ക് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരണേ. അതൊക്കെ വാങ്ങിച്ചു തരാം, ഇപ്പോൾ വേഗം അങ്ങോട്ടേക്ക് പോവാം, വാ. അമ്മേ, അച്ഛാ നോക്കച്ചാ, എത്ര വലിയ